വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വളരെ ഏർലി ആയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഏകദേശം ഈ ഒരു ലക്ഷണം നമുക്കൊരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ചുണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്കുണ്ടാകുന്ന ലക്ഷണമാണ്. അപ്പോൾ പീരിയഡ് ഡേറ്റ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂട്രസിന്റെ പോലെ തന്നെ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ചേഞ്ചസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബോഡി പാർട്ടാണ് നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ, അതായത് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മളുടെ ശരീരം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പ്രിപ്പറേഷൻ അവിടെ നടക്കുന്നത് ബ്രസ്റ്റിന്റെ സൈസ് കൂടുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ പല പല രീതിക്ക് ബ്രസ്റ്റിൽ ഓരോ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. ഇവിടെ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള മാറ്റം, ബ്രസ്റ്റിൽ നമുക്കൊരു മരവിപ്പ് പോലെ അനുഭവപ്പെടുക. ഈ മരവിപ്പ് അല്ലെങ്കിൽ ഒന്ന് കുത്തുന്നത് പോലെ നമുക്ക് വേദന അനുഭവപ്പെടുക, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടിക്കുന്നത് പോലെയുള്ള വേദന ബ്രസ്റ്റിൽ അനുഭവപ്പെടുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു സെൻസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവുന്നത് നമ്മുടെ യൂട്രസിന്റെ ഭാഗത്ത്, നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തൊക്കെ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ലക്ഷണം ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുന്നത് അല്ലേ. താഴേന്റെ മക്കൾ നല്ല കളിയാട്ടോ, അതിന്റെ സൗണ്ടാണ്, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ ഈ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു യൂട്രസ് പ്രിപ്പയർ ആകുന്നതോടൊപ്പം തന്നെ ബ്രസ്റ്റും ഫീഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആകുന്നു. ബ്രസ്റ്റിനെ ഫീഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആക്കുന്നത് 2 ഹോർമോൺസ് ആണ്. ഫസ്റ്റത്തേന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ, രണ്ടാമത്തേന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ ഹോർമോൺ. ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ ആണ് അവിടെയുള്ള വെയിൻസിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബ്രസ്റ്റ് മിൽക്കിന്റെ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രവർത്തനം, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുമ്പോഴേക്കും ഇതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഒരു ബ്രസ്റ്റിനും സംഭവിച്ചു തുടങ്ങും. ഈ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോഴേക്കും നോർമലി നമ്മുടെ യൂട്രസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നു. നോർമലി പോയിക്കൊണ്ടിരുന്ന ഒരു ബ്ലഡ് സർക്കുലേഷനെ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ഫോഴ്സിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ അവിടെ സംഭവിക്കുന്നു. ഇങ്ങനെ ഫോഴ്സിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ഞരമ്പുകളും അതിനനുസരിച്ചിട്ട് വികസിക്കേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു വികാസം, ചെറിയ രീതിക്കുള്ള ഒരു വികാസം ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവുമ്പോഴേക്കും നമുക്ക് ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയുള്ള ഒരു അവസ്ഥ ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നു. ഈ തരിപ്പ് എന്നുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് കുറെ നേരം നമ്മൾ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് നമുക്ക് ഒരു കാലിൽ അനുഭവപ്പെടുന്നില്ലേ? ആ ഒരു സെൻസേഷൻ തന്നെയായിരിക്കും നമുക്ക് ആ ഒരു ബ്രസ്റ്റിലും അനുഭവപ്പെടുന്നത്. കാരണം തൊട്ട് നോക്കുമ്പോഴേക്കും ഒരു വേദനയല്ല ആ ഒരു സെൻസേഷൻ നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്, എന്തോ ഒരു മരവിച്ച പോലുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. ബ്രസ്റ്റ് ഇപ്പൊ തൊട്ട് നോക്കുമ്പോഴാണെങ്കിലും ഒരു മരവിച്ച പോലെയുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകും. ഒരിക്കലും നമുക്ക് ആ ഒരു അതിനൊരു വേദനയായിട്ടോ ഒരു കല്ലപ്പായിട്ടോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ആ ഒരു ഭാഗത്തെ ഗ്രന്ഥികളൊക്കെ ഒന്ന് വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുവരുന്നത്. പ്രൊലാക്റ്റിൻ ഹോർമോൺ നോർമൽ ആയിട്ടുള്ള ലെവലിൽ പോകുന്ന സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലുള്ള സ്ത്രീകൾക്ക് അവരുടെ ബ്രസ്റ്റിൽ നിന്ന് ലിക്വിഡ് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന തരത്തിലുള്ള, അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റേജിലെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ലിക്വിഡ് പുറത്തേക്ക് വരില്ലേ, ആ ഒരു തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ബ്രസ്റ്റിൽ നിന്നും ഒരു ലീക്കേജിന്റെ ഫോമിൽ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടിയവർക്ക് ഈ ഒരു ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ചിലർക്ക് പ്രൊലാക്റ്റിൻ ഹോർമോൺ ശരീരത്തിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതറിയാതെ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസും പ്രൊജസ്ട്രോൺ മെഡിസിനും എടുക്കും. അങ്ങനെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴേക്കും ഈ ലക്ഷണം നിങ്ങൾ പ്രഗ്നന്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ നേരെ മറിച്ച് പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ അളവ് കുറവാണ്, പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ ആണെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലും അത്രയും വ്യത്യാസം നമുക്ക് ആ ഒരു സമയത്ത് കണ്ടുവരില്ല. അപ്പോൾ ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ഒരു സമയം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. 6 to 12 ഡേയ്സ് എന്നുള്ളൊരു ഫിഗർ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏകദേശം 9ാമത്തെയോ 10ാമത്തെയോ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു സിഗ്നൽ ബ്രസ്റ്റിന് കിട്ടുകയാണ്. കാരണം ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ആ ഒരു കുഞ്ഞു വളരാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ വേണം എന്നുള്ളൊരു സിഗ്നൽ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള തരിപ്പും മരവിപ്പും പോലെയുള്ള അവസ്ഥകളും കുത്തുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാം.
ഇത് മാത്രമല്ല ഒരുപാട് മാറ്റങ്ങൾ പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് സ്ത്രീക്ക് ബ്രസ്റ്റിന് സംഭവിക്കും. ആ മാറ്റങ്ങളെല്ലാം കൂടി ഒന്ന് ഡീറ്റെയിൽ ജസ്റ്റ് ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസിൽ വ്യത്യാസം വരിക. ഒറ്റയടിക്ക് 32 ഇരുന്ന ആള് 34 മാറുന്നതല്ല കേട്ടോ. പയ്യെ പയ്യെ ഗ്രാജുവലി നമുക്ക് ബ്രസ്റ്റിന്റെ സൈസ് കൂടി കൂടി വരിക. അതുപോലെ ബ്രസ്റ്റിന്റെ ആ ഒരു തൊടുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുക, മരവിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ട്, ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ മരവിപ്പ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയാസ് ബ്രൗൺ കളറിൽ നിന്നും ബ്ലാക്ക് കളറിലോട്ട് മാറുക. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ബ്രൗണിൽ നിന്ന് ബ്ലാക്കിലോട്ട് ആവുക. നിങ്ങൾ പ്രഗ്നന്റ് അല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ, നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ബ്രൗൺ കളർ ആയിരിക്കും. അപ്പോൾ അത് ബ്രൗണിൽ നിന്ന് ബ്ലാക്കിലോട്ട് ചേഞ്ച് ചെയ്യും നിങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും. അതുപോലെ തന്നെ നിപ്പിൾസ് ഒന്ന് എൻലാർജ് ആയിട്ടിരിക്കും, ഒന്ന് പുറത്തേക്ക് തള്ളിയിരിക്കുന്നതായിട്ടുണ്ടാവും. അതുപോലെ നിപ്പിൾസിന്റെ ചുറ്റുമുള്ള ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെയും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേദന ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കുരുക്കൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ ബ്രസ്റ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. നിങ്ങൾ യൂട്രസിനെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ബ്രസ്റ്റിനെയും ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്ന സമയം മുതൽ തന്നെ കെയർ ചെയ്യണം. നമ്മൾ ഓയിൽ ഇട്ടിട്ടോ, നമ്മൾ കുളിക്കുന്ന ഓയിൽ ഏതാണോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രീംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, പ്രഗ്നൻസി നിങ്ങൾ കൺഫേം ചെയ്യുകയാണെങ്കിൽ, പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആ ഒരു മാസം മുതൽ തന്നെ നിങ്ങൾ നിപ്പിള് എണ്ണയിട്ടിട്ട് മുൻപോട്ടേക്ക് വലിക്കുക. എണ്ണയിട്ട് നമ്മൾ ആ ഭാഗം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് മുൻപോട്ടേക്ക് നിങ്ങൾ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിയുമ്പോഴേക്കും നിപ്പിള് ഉള്ളിലോട്ട് പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ സക്ക് ചെയ്യാൻ പറ്റാതെ ആകും. എന്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സിസ്റ്റേഴ്സ് സിറിഞ്ചിന്റെ സാധനം, ആ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആ നീഡിൽ മാറ്റിയിട്ട് ആ സിറിഞ്ച് എടുത്തിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്ത് മീൻസ് മേത്ത് ഒട്ടിച്ച് വെച്ചിട്ട് പുറത്തേക്ക് ഇഞ്ചക്ഷന്റെ ആ ഒരു സാധനം വെച്ചിട്ട് പുറത്തേക്ക് വലിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനും ഉള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിക്കും ബ്രസ്റ്റ് നല്ലതുപോലെ കെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഭാഗത്ത് സ്ട്രെച്ച് മാർക്സ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ ബ്രസ്റ്റ് നന്നായിട്ട് കെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.